മൊറോക്കോയ്ക്കെതിരെ ഒന്ന് കാലടറി പോയപ്പോഴേക്കും കാനറിക്കിളികളുടെ ചിറകുകൾ കരിഞ്ഞെന്ന് വിധി എഴുതി അവരെ എഴുതി തള്ളിയവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അവരുടെ പേര് ബ്രസീൽ എന്നാണ്. അവരുടെ രക്തത്തിലും വിയർപ്പിലും നിശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും വരെ ഫുട്ബോൾ എന്ന വികാരം അലിങ്ങിച്ചേർന്നിട്ടുണ്ട്. അവരെ എഴുതി തള്ളാൻ നിന്നാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. മറ്റു ടീമുകൾ ഫുട്ബോളിനെ ഒരു കളിയായി കാണുമ്പോൾ ബ്രസീൽ അതിൽ അലിഞ്ഞങ്ങ് ചേരുകയാണ്. ആദ്യ മത്സരത്തിൽ മൊറോക്കോയ്ക്കെതിരെ കാലടറിയ ബ്രസീലിനെ ആയിരുന്നില്ല ഇന്ന് ഹെയ്ത്തിക്കെതിരെ ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത്. ആദ്യ പകുതി എന്ന് എടുത്തു പറയുന്നത് ആദ്യ പകുതി കൊണ്ട് തന്നെ മത്സരം പൂർണ്ണമായിട്ടും വിധിയാക്കാൻ ബ്രസീലിയൻ പോരാളികൾക്ക് കഴിഞ്ഞു. പോരാളികൾ എന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് ബ്രസീലിന്റെ സ്വതസിദ്ധമായ ആ പഴയ ലാറ്റിൻ അമേരിക്കൻ സാമ്പാ നൃത്ത ചുവടുകളുമായി അവർ കളം പിടിച്ചപ്പോൾ പോരാളികളായിരുന്നില്ല, ഇന്നവർ നർത്തകരായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. പന്തുമായി നൃത്തം ചെയ്യുന്ന പഴയ ബ്രസീലിയൻ സാമ്പാ മാജിക് നമ്മൾ ഒരിക്കൽ കൂടി കണ്ടു. അതെ, പഴയ ബ്രസീൽ തിരിച്ചു വന്നു കഴിഞ്ഞു. ക്ലബ്ബ് പ്രൊഡക്റ്റ് എന്ന് കരുതി വിനീഷ്യസിനെ നിങ്ങൾ വിധി എഴുതാൻ നിന്നെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഈ ലോകകപ്പിൽ ബ്രസീൽ നേടിയ 4 ഗോളുകളിലും വിനീഷ്യസ് ജൂനിയറിന്റെ വ്യക്തിമുദ്ര, പാദമുദ്രകൾ വളരെ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ മൊറോക്കോയ്ക്കെതിരെ വിനീഷ്യസ് ജൂനിയറിന്റെ ഒരൊറ്റ മൂവ്മെന്റ് ആണ് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. രണ്ടാമത്തെ മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ പിറന്ന 3 ഗോളിലും വിനീഷ്യസിന്റെ പങ്കുണ്ട്. ഒന്ന് വിനീഷ്യസിന്റെ റീബൗണ്ട് കുഞ്ഞ് ഗോളാക്കി മാറ്റി. പിന്നെ കുഞ്ഞയ്ക്ക് ബ്രസീലിന്റെ സൂപ്പർ താരം വിനീഷ്യസിന്റെ സൂപ്പർ സപ്പോർട്ട് അസിസ്റ്റ്. അതിനുശേഷം മറ്റൊരു ഗോളും വിനീഷ്യസ് നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു. വിനീഷ്യസും കുഞ്ഞിയും തമ്മിലുള്ള ലിങ്ക് പ്ലേ വളരെ മികച്ചതായിരുന്നു. എന്തുകൊണ്ടും ബ്രസീലിയൻ ആരാധകർക്ക് ആശ്വാസത്തിനും ആവേശത്തിനും ആത്മവിശ്വാസത്തിനും വക നൽകുന്ന പ്രകടനം തന്നെയായിരുന്നു ഇന്ന് ബ്രസീലിൽ നിന്നുണ്ടായത്. ആദ്യ പകുതിയിൽ വിജയം സീൽ ചെയ്ത് ബ്രസീൽ രണ്ടാം പകുതിയിൽ പതിഞ്ഞ താളത്തിൽ കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എങ്കിലും മികച്ച മുഹൂർത്തങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു. രണ്ടാമത്തെ പകുതിയിലേക്ക് വരുമ്പോൾ മിഡിലേക്ക് ഒരാളെ കൂടി ഇറക്കി കുറച്ചുകൂടി ഡിഫൻസീവായിട്ട് ഹെയ്ത്തി കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഹെയ്ത്തി എഴുതി തള്ളാൻ നിൽക്കുന്നതല്ല, ഹെയ്ത്തി വളരെ മികച്ച കളി തന്നെയായിരുന്നു. വളരെ ടൈറ്റ് ഡിഫൻസീവ് ഗെയിം പ്ലേ തന്നെയായിരുന്നു ഹെയ്ത്തിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ യൂറോപ്യൻ ടീമുകൾക്കെതിരെ ഇതുകൊണ്ട് കളം പിടിക്കാമായിരുന്നു. ആള് മാറിപ്പോയി. ഇത് ബ്രസീലാണ്. ഹെയ്ത്തിയെ കളിക്കാൻ വിട്ട ശേഷം അവരുടെ കയ്യിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് ആവശ്യമുള്ള സമയത്ത് ഒഫൻസീവായിട്ട് കളിക്കുന്ന നൃത്തക്കാരായിട്ടുള്ള ബ്രസീലിനെയാണ് നമ്മൾ കണ്ടത്. പരമ്പരാഗത ബ്രസീൽ തിരിച്ചു വന്നു കഴിഞ്ഞു. ഇത് പലർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ ബ്രസീൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ മൊറോക്കോയ്ക്ക് സ്കോട്ട്ലൻഡിനെതിരെ ഒരു കളി കൂടി ഉള്ളത് കൊണ്ട് മൊറോക്കോയ്ക്ക് ഹൈത്തിക്കെതിരെ ഒരു കളി കൂടിയുണ്ട്. ബ്രസീലിന് സ്കോട്ട്ലൻഡിനെതിരെ ഒരു കളി കൂടിയുണ്ട്. ഏതായാലും വിനീഷ്യസ് ജൂനിയർ താൻ ആരാണ് എന്ന് തെളിയിച്ച മത്സരത്തിൽ ബ്രസീലിന് വിജയം. നിലവിൽ ഗ്രൂപ്പ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. സ്കോട്ട്ലൻഡിനെതിരെ 2ാം മിനിറ്റിൽ നേടിയ ഒരു ഗോളുമായിട്ടാണ് മൊറോക്കോ ജയിച്ചത്.